CHR കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നതായി അറിഞ്ഞു. ഏലക്കർഷകർക്കും ഇടുക്കിയിലെ ജനങ്ങൾക്കും ഏറെ ആശങ്ക ഉള്ള കേസാണ് CHR കേസ്. 1897 ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് CHR മേഖല പ്രഖ്യാപിച്ചത്. ആ ഉത്തരവിൽ പറയുന്നത് 15,720 ഏക്കർ ഏലമല എന്നാണ്. എന്നാൽ അതിൻ്റെ എലികകൾ തീരുമാനിച്ചപ്പോൾ വിസ്തൃതമായ ഒരു മേഖല അന്നത്തെ സ്ഥിതിയിൽ അതിൽ പെട്ടു എന്നതൊരു വസ്തുതയാണ്. 1957 1987 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഗവൺമെൻറ്റും 15,720 ഏക്കറാണ് ഏലമല പ്രദേശം എന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. തുടർന്ന് സുപ്രീം കോടതിയിലെ കേസിൽ കേരള ഗവൺമെൻറ് വേണ്ടി ചീഫ് സെക്രട്ടറി സമർപ്പിച്ച അഫിഡവിറ്റിലും 15,720 ഏക്കർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം മാത്രമാണ് രാജവിളംബര കാലത്തും 57 ഉണ്ടായത്. CHR മേഖലയിലെ മരങ്ങൾ സൂക്ഷിക്കുന്ന ജോലി ഫോറസ്റ്റ് വകുപ്പിനെ ഏൽപ്പിച്ചു. ഫോറസ്റ്റ് വകുപ്പ് ഇപ്പോൾ പറയുന്നത് ഈ ഭൂമി അവരുടേതാണെന്നാണ്. ഒരു കാലത്തും CHR മേഖല വനഭൂമിയായി യാതൊരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല. എന്നാൽ ഫോറസ്റ്റുകാർ നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പരിസ്ഥിതി സംഘടനയെ കൊണ്ടൊരു കള്ളക്കേസ് കൊടുപ്പിച്ചു. 15,720 ഏക്കറിനെ 2,15,720 ഏക്കറാക്കി കൃത്രിമ രേഖയുണ്ടാക്കി. ആ കൃത്രിമ രേഖയുണ്ടാക്കിയവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തീരുമാനിക്കണം എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആവശ്യം. ഇപ്പോഴും ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റാണ് സുപ്രീം കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ ഉള്ള കുടിയൊഴിപ്പിക്കലുകളും CHR എന്ന് പറഞ്ഞുകൊണ്ട് മലയോരത്ത് നടത്താൻ അഖിലേന്ത്യാ കിസാൻ സഭ അനുവദിക്കില്ല. അഖിലേന്ത്യാ കിസാൻ സഭ നടത്തിയ പോരാട്ടമാണ് മലയോരത്തിലെ മനുഷ്യരെ ഇന്ന് ആ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള. നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ കർഷകരും ഒരു തരത്തിലുള്ള ഭീതിക്കും ഇടയാകാതെ മലയോരത്തെ ഒന്നിച്ച് ഉറച്ചു നിൽക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.